കടൽ മുതൽ ബഹിരാകാശം വരെ എല്ലായിടങ്ങളും കീഴടക്കിയിട്ടുണ്ട് വനിതകളല്ലേ. എന്നാൽ അത്ര ആയാസകരമല്ലാത്ത ചില മേഖലകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഇന്നും കുറവാണ്. അങ്ങനെ ഒരിടത്തെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഒരു വനിതയെ പരിചയപ്പെടുത്തുകയാണ് തത്സമയം റിപ്പോർട്ടർ. ബി ജ്യോതി ആലപ്പുഴ SN പുരം സ്വദേശിയാണ്. CISFൽ നിന്ന് 7 വർഷം മുൻപ് വിരമിച്ചു. 3 വർഷമായി ഫയർഫോഴ്സിൽ ഹോംഗാർഡായി ജോലി ചെയ്യുന്നു. ചരിത്രത്തിലേക്കാണ് ജ്യോതി കഴിഞ്ഞ ദിവസം വാഹനം ഓടിച്ചു കയറിയത്. ഫയർഫോഴ്സിലെ ആദ്യ വനിതാ. എനിക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ളതാണ്. അങ്ങനെ ചേർത്തല ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറായ പ്രേംനാഥ് സാറിനോട് ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിനോടുള്ള ഇത് സംസാരിക്കുക. അങ്ങനെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുള്ളതുകൊണ്ട് സാറ് അതിന് അംഗീകാരം നൽകുകയും അങ്ങനെ ഞാൻ ഫയർഫോഴ്സിലെ ആദ്യത്തെ ഫയർ വുമണായിട്ട് സേവനം തുടരുകയാണ്. വനിതകൾക്ക് സംവരണം ചെയ്ത സീറ്റിലല്ല, മറിച്ച് മികവ് പരിശോധിച്ചും പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ചതും കൊണ്ട് മാത്രമാണ് ജ്യോതിക്ക് വണ്ടിയുടെ താക്കോൽ നൽകുന്നത്. അത് ഓടിക്കാനായിട്ട് മുന്നേ സന്നദ്ധയായി വരികയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിനൊരു അവസരം നൽകിയത്. അപ്പോൾ അവസരം നൽകിയപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പ്രവർത്തിക്കുകയുണ്ടായി. അതിൽ നമ്മൾക്ക് ഇതൊരു വിമൺ എംപവർമെൻറ്റിൽ തന്നെ ഒരു നല്ലൊരു ഉയർച്ചയ്ക്ക് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ജ്യോതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്കും സർക്കാരിനൊക്കെ അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ജ്യോതി കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ജ്യോതിയെ പോലെ വനിതകൾ ജ്വലിക്കട്ടെ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ജ്യോതിയുടെ കൂടുതൽ വിശേഷങ്ങൾ രഘുനാഥ് നാരായണൻ നമ്മളോട് പറയും. രഘു, ചില ജോലികൾ അതിന് പുരുഷന്മാർ മാത്രമാണ് ചേരുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം ചെയ്യുന്നത് എന്നൊരു ചിന്ത, അതിനെ മാറ്റിക്കൊണ്ടാണ് ജ്യോതി മുന്നിലേക്ക് വന്നത്. ജ്യോതി ഒരു തുടക്കമാകട്ടെ അല്ലേ? ഫയർഫോഴ്സ്, പോലീസ്, എക്സൈസ്, വനം വകുപ്പ് തുടങ്ങിയ നമ്മുടെ യൂണിഫോം സർവീസുകളിൽ ധാരാളം സ്ത്രീകൾ പുതിയതായി കയറുന്നുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട പല ജോലികളും ചെയ്യുന്നു. പക്ഷേ ആരും ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്ന് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് എന്നറിയില്ല. ചിലപ്പം പരമ്പരാഗതമായി നമ്മൾ തുടർന്ന് വന്നിരുന്ന ശീലം തുടർന്നു പോകുന്നതായിരിക്കാം. എന്തായാലും വരും കാലങ്ങളിൽ അതിനൊരു മാറ്റമുണ്ടാകും. ജ്യോതി അതിനൊരു തുടക്കക്കാരിയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള ജോലി, കാരണം നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ ആയാസകരമായ ജോലികൾ, കെട്ടിട നിർമ്മാണമായാലും പാറ പൊട്ടിക്കലായാലും പല ആയാസകരമായ ജോലികൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് കഴിയുന്ന ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് പോലത്തെ, അതായത് യൂണിഫോം സർവീസുകളിൽ ഡ്രൈവിംഗ് പോലത്തെ ജോലികൾ, അല്ലെങ്കിൽ നമ്മൾ ഈ സൈക്കിൾ റിപ്പയറിംഗ്, അല്ലെങ്കിൽ സൈക്കിളിലും ഇരുചക്ര വാഹനങ്ങളിലും ഒക്കെ കൊണ്ടുപോയി മത്സ്യം വിൽക്കുന്ന അത്തരത്തിലുള്ള ജോലികളൊക്കെ പൊതുവേ സ്ത്രീകൾ കടന്നു വരുന്നത് കുറവാണ്. എന്താ കാരണമെന്നറിയില്ല. കാരണം ഒരു ദീർഘകാലം പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ജോലി കൊണ്ടായിരിക്കാം ഇവർ ഈ മേഖലകൾ, ഇതേപോലത്തെ മേഖലകളിലേക്ക് കടന്നു വരാത്തതെന്ന് നമുക്ക് കരുതാം. എന്തായാലും ജ്യോതി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടക്കക്കാരിയാകട്ടെ. ജ്യോതി ഹോം ഗാർഡാണ്. മുൻപ് അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടെയൊക്കെ നമുക്കറിയാം, അർദ്ധസൈനിക വിഭാഗം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ദുഷ്കരമായ ജോലികൾ ചെയ്ത ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന അത്ര വലിയ ആയാസകരമായ ജോലി ആയിരിക്കില്ല. എന്തായാലും ഇതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും ജ്യോതി ഒരു തുടക്കക്കാരിയാകട്ടെ. അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ജ്യോതിക്ക്.